യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനവുമായി വരുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവളുടെ ജീവിതത്തിൽ തന്ന ഈ അവസരത്തിനായി, സാവകാശത്തിനായി ഞാൻ മനഃപൂർവ്വമായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യഥാസ്ഥാപനം അഥവാ റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ്. വായിച്ച വേദഭാഗം ഓർക്കുമല്ലോ. വിശുദ്ധ അപ്പോസ്തലൻ ആയ പത്രോസ് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 5-ാം അധ്യായം 10-ാം വാക്യം. 1 Peter chapter 5 verse 10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുയേശുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ക്രിസ്തുയേശുവിൽ ഒരു യഥാസ്ഥാപനത്തിനായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ അവിടെ വിളിച്ചു പറയുകയാണ്. നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ലൗകികമായി നടക്കുന്ന റെസ്റ്റോറേഷനും ആത്മീയമായി നടക്കുന്ന റെസ്റ്റോറേഷനും തമ്മിൽ ഒരു വ്യത്യാസമുള്ളതായി നമ്മൾ ഓർത്തു. ഒരിക്കൽ കൂടെ അതൊന്ന് ഓർമ്മിപ്പിച്ച് തുടരുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്ന ഭൗതിക ജീവിതത്തിൽ ഇന്നുവരെ സംഭവിച്ചിരുന്ന റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സാധാരണ അവസ്ഥ. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്യുന്ന റെസ്റ്റോറേഷൻ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി അനുഗ്രഹിക്കപ്പെട്ട അല്പം കൂടെ ഒരു ഉന്നത നിലവാരത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ദൈവവചനം പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു. അതിനാധാരമായി അത് മനസ്സിലാക്കത്തക്കവണ്ണം നമ്മൾ വായിച്ച വേദഭാഗം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള ഭാഗങ്ങളാണ്. പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്ത് മോശ ഇസ്രായേൽ മക്കളെയും കൊണ്ട് ശൂർ മരുഭൂമിയിലേക്ക് വരികയും ആ ശൂർ മരുഭൂമിയിൽ ഏകദേശം 3 ദിവസത്തോളം വെള്ളം കിട്ടാതെ ജനം അലയുകയും ചെയ്യുന്നു. വെള്ളം കിട്ടാതെ അലഞ്ഞ ജനത്തിന് ശൂർ മരുഭൂമിക്ക് അപ്പുറത്ത് നിന്ന് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവർ മാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുന്നു. മാറ എന്ന് പറയുന്ന ആ സ്ഥലത്തെത്തി ഒരു നീരുറവ് കണ്ടെത്തിയപ്പോൾ ഏറെ പ്രത്യാശയോടെ, ഏറെ സന്തോഷത്തോടെ, വളരെയധികം ആഗ്രഹത്തോടെ ഓടിച്ചെന്ന് അത് കുടിക്കുവാൻ ആഗ്രഹിച്ച ജനത്തിന് അത് കുടിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം മാറയിൽ വെള്ളമുണ്ടെങ്കിലും അത് കയ്പായിരുന്നു. തുടർന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ഈ കയ്പുള്ള വെള്ളം, ഈ മാറയിലെ വെള്ളം ദൈവം ജനത്തിന് കുടിക്കുവാനായി കൊടുക്കുമ്പോൾ നമ്മൾ മനുഷ്യരൊക്കെ ചിന്തിക്കുന്നത് പോലെ അതൊരു സാധാരണ പച്ചവെള്ളമായി, അവരുടെ ദാഹശമനത്തിനായി ഒരു ജലമായി ദൈവം മാറ്റിക്കൊടുക്കുകയായിരുന്നില്ല. പകരം മാറയുടെ കയ്പ് മാറ്റി അതിനെ മറ്റൊരു എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോയി അതിനെ മധുരമാക്കി കൊടുത്ത ഒരു ദൈവസ്നേഹത്തെ, ഒരു യഥാസ്ഥാപനത്തെ, ദൈവവചനം പറയുന്ന യഥാസ്ഥാപനത്തെ അവിടെ നമ്മൾ കണ്ടെത്തി. അതിന് മുഖാന്തരമായി തീർന്നത് ഒരു വൃക്ഷമാണെന്ന് നമ്മൾ ചിന്തിച്ചു. ആ വൃക്ഷം ഈ മാറയുടെ അല്ലെങ്കിൽ ഈ നീരുറവിൻ്റെ അരികിൽ വളരെ നാളുകളായി നിൽക്കുന്നതാണെന്നും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ കയ്പിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ, ഈ കയ്പ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ, അത് നമ്മളെ കാർന്നു തിന്നുന്നതിന് മുമ്പ് തന്നെ ആ വൃക്ഷം, അതിന് പരിഹാരമാകേണ്ടുന്ന വൃക്ഷം, അതിൻ്റെ ചുവട്ടിൽ തന്നെ വച്ചു പിടിപ്പിച്ച സർവകൃപാലുവായ സ്നേഹസ്വരൂപനായ ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ ആദ്യ ദിവസത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, ഇൻസ്റ്റെഡ് ഓഫ് യുവർ ഷെയിം യു ഷാൽ ഹാവ് ഡബിൾ ഓണർ. നിന്റെ നാണത്തിന് പകരം നിനക്ക് ഇരട്ടി മാനം തരുന്ന, നീ ലജ്ജിച്ച സ്ഥാനത്ത് നിന്റെ ഓഹരിയിൽ നിന്നെ കൊണ്ട് സന്തോഷിപ്പിക്കുന്ന ഒരു മഹാനായ ദൈവത്തെ, ആ വിധത്തിൽ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ ആദ്യ ദിവസം ചിന്തിച്ചു. ഇയ്യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇയ്യോബ് വിളിച്ചു പറയുകയാണ്, ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു യഥാസ്ഥാപനം വരുത്തുമ്പോൾ ആ യഥാസ്ഥാപനത്തിന് നടുവിൽ നിന്റെ പൂർവ്വസ്ഥിതി അല്പമായിട്ട് തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിത്തീരും. ആ വിധത്തിലുള്ള ഒരു യഥാസ്ഥാപനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്.
ഈ മാറയിലെ അനുഭവം മധുരമാക്കി തീർക്കുന്ന ആ അനുഭവത്തിന്, അല്ലെങ്കിൽ മാറയിലെ കയ്പിൻ്റെയും ജനത്തിന് മധുരമാക്കി കൊടുത്തതിൻ്റെയും ഇടയിലുള്ള ആ സംഭവം നടക്കുന്നതിന്, ആ അത്ഭുതം നടക്കുന്നതിന് കാരണമായി തീർന്നത് ഒരു വൃക്ഷക്കൊമ്പാണെന്ന് നമ്മൾ ചിന്തിച്ചു. ആ വൃക്ഷത്തെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ വൃക്ഷം ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പരിഹാരമായി ദൈവം ഇവിടെ സൃഷ്ടിച്ച് നട്ടുണ്ടാക്കി വളർത്തിക്കൊണ്ടുവന്ന വൃക്ഷമാണെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ആ വൃക്ഷത്തെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടി ഈ മാറയിലെ വെള്ളത്തിനകത്തേക്ക് ഇടുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ, അതിനകത്ത് ആ ജലത്തിൻ്റെ കെമിസ്ട്രി മാറുകയാണ്. ഹാർഡ് വാട്ടർ ആയിരുന്ന ആ വസ്തുത സോഫ്റ്റ് വാട്ടറായിട്ട് മാറുന്നു. അല്ലെങ്കിൽ കഠിനതയേറിയിരുന്ന, വായ്ക്കകത്ത് വെച്ചാൽ അല്പം പോലും ഇറക്കുവാൻ കഴിയാത്തതുപോലെയുള്ള കൈപ്പേറിയ ആ ജലത്തിൻ്റെ ആ അനുഭവം മാറി ഇന്ന് ഒരല്പം രുചിച്ചാൽ അല്പം കൂടെ കുടിക്കണമെന്ന് തോന്നുന്ന വിധത്തിലുള്ള മാധുര്യമേറിയ ഒരവസ്ഥയിലേക്ക് ആ ജലത്തിൻ്റെ തന്നെ കെമിസ്ട്രിയെ മാറ്റിമറിക്കുന്ന ഒരു വൃക്ഷക്കൊമ്പ്. അത്ഭുതമെന്ന് പറയട്ടെ, ഹല്ലേലൂയ! ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിന് ഇത് ചെയ്യുവാനായി കഴിയുമോ? അതും ആ നീരുറവതിൻ്റെ തന്നെ അടുക്കൽ നിന്ന ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ്. എന്തായിരിക്കാം അവിടെ സംഭവിച്ചത്? ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് അവിടെ നടന്നു. ഒരു ദൈവീകമായ എന്തോ ഒരു സംഭവം ആ വെള്ളത്തിനകത്ത്, ആ ഉറവയെങ്കിൽ നടന്നിരിക്കുന്നു. അത് സാധാരണ മാനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകാത്ത ഒരു സംഭവം, എൻ്റെയോ നിങ്ങളുടെയോ കൈകൾ കൊണ്ട് നടക്കാത്ത ഒരു സംഭവം. വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി ഒരു മോശ ദൈവത്തെ അനുസരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ, മോശയ്ക്ക് വേണ്ടി, മോശ നയിച്ചു കൊണ്ടുവന്ന ജനത്തിനു വേണ്ടി, കയ്പിൻ്റെ ആഴമായ അനുഭവത്തിലൂടെ പോകുന്ന ഒരു പറ്റം ജനത്തിനു വേണ്ടി ദൈവം ചെയ്തെടുക്കുകയാണ്. ആ വൃക്ഷത്തെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ചുവട്ടിലേക്ക് പോയി നോക്കാം. അതിൻ്റെ വേരുകൾ ഓടുന്നത് ഈ നീരുറവയുടെ അടുക്കിലേക്ക് തന്നെയല്ലേ? കയ്പ് പുറപ്പെടുവിക്കുന്ന, മാറയെന്ന് എല്ലാവരും പരാതി പറയുന്ന, ഒട്ടും ഉപയോഗിക്കാൻ കഴിയത്തില്ലെന്ന് വിചാരിക്കുന്ന ആ നീരുറവിൻ്റെ അടുക്കിലേക്കാണ് ആ വൃക്ഷത്തിൻ്റെ വേരുകൾ ഓടിച്ചെല്ലുന്നത്. ആ വൃക്ഷത്തിൻ്റെ സാപ്പിനകത്ത്, ആ വൃക്ഷത്തിൻ്റെ രസത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഈ നീരുറവിയിലെ ജലാംശങ്ങൾ തന്നെയാണ്. ആ വൃക്ഷത്തിൻ്റെ ഇലകൾ ഭക്ഷണം പാകം ചെയ്യുന്നത് ആ നീരുറവിൻ്റെ ചുവട്ടിൽ, അല്ലെങ്കിൽ ആ നീരുറവിൻ്റെ ചേർന്ന് നിൽക്കുന്ന അതേ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന അതേ ധാതു ലവണങ്ങൾ കൊണ്ടാണ്. ഈ നീരുറവിനെ കയ്പാക്കി മാറ്റിയത് ധാതു ലവണങ്ങളുടെ അമിതമായിട്ടുള്ള സാന്ദ്രതയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതേ സാന്ദ്രത കൂടിയ ധാതു ലവണങ്ങളുള്ള മണ്ണിൽ നിൽക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ജീവരസത്തിനകത്ത് കയ്പല്ല, പകരം കയ്പിനെ മധുരമാക്കുന്ന ഒരു ജീവരസം. അത്ഭുതമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിശ്ചയമായിട്ടും എനിക്ക് ആ ഭാഗം വായിച്ചപ്പോൾ അതൊരു മഹാത്ഭുതമായി തോന്നി. ഈ നീരുറവ കടന്നു പോകുന്നത് ഒരു മരുഭൂമിയിൽ കൂടിയാണ്. ഈ വൃക്ഷം നിൽക്കുന്നത് ഒരു ചൂടേറിയ അനുഭവത്തിൻ്റെ നടുവിലാണ്. പൊള്ളുന്ന വിഷയങ്ങളുടെ നടുവിലാണ് ഈ വൃക്ഷം നിൽക്കുന്നത്. നീരുറവ ഏത് മണ്ണിൽ കൂടെ ഒഴുകുന്നുവോ അതേ മണ്ണിൽ നിൽക്കുന്ന ഒരു വൃക്ഷം. കൈപ്പേറിയ ആ നീരുറവിയിൽ നിന്ന് തന്നെ വലിച്ചെടുത്ത് തൻ്റെ ആ കയ്പിനെ മധുരമാക്കി മാറ്റിയ ജീവരസം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു വൃക്ഷം. ഈ വൃക്ഷത്തിൻ്റെ കൊമ്പ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്ന കൊമ്പാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. 11:1 ഇങ്ങനെ വായിക്കുന്നു: ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അതിൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അപ്പോ ഈ വൃക്ഷം അവിടെ തഴച്ചു വളർന്ന് നിൽക്കുന്നുവെന്ന് മാത്രമല്ല, ഫലം കായ്ച്ചു നിൽക്കുന്ന, വളർച്ചയുടെ പൂർണ്ണതയിലെത്തി നിൽക്കുന്ന ഒരു വൃക്ഷം. ഈ വൃക്ഷം ഈ നീരുറവിനകത്തേക്ക് വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി ഒരുവൻ വെട്ടിയിട്ടപ്പോൾ
ആ നീരുറവയെ മുഴുവൻ, അതിൻ്റെ ചരിത്രത്തെ മുഴുവൻ, അതിൻ്റെ മുമ്പുള്ള പാരമ്പര്യത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരു മഹാസംഭവം നിമിഷ നേരങ്ങൾ കൊണ്ട് അവിടെ നടന്നു. അതുമാത്രമല്ല, ആ വെള്ളം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ്, ഞങ്ങൾക്ക് കുടിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ്, ഞങ്ങളുടെ മൃഗങ്ങളെ ഒന്ന് കഴുകിയെടുക്കാൻ പോലും ഈ വെള്ളം കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് ആ നീരുറവിൻ്റെ അടുക്കിലേക്ക് അവരെ നയിച്ചു കൊണ്ടുവന്ന മോശയ്ക്കെതിരെ പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്ത ജനം നിമിഷ നേരത്തിനുള്ളിൽ ഹല്ലേലൂയ അവിടെ ഒരു തിക്കും തിരക്കും കാണാൻ കഴിയുന്നു. ഏത് നീരുറവ ജനത്തിന് വേണ്ടെന്ന് പറഞ്ഞോ അതേ നീരുറവയിൽ നിന്ന് ജനം കുടിക്കുന്നു, അവരുടെ മക്കൾക്ക് കൊടുക്കുന്നു, അവരുടെ മൃഗങ്ങൾക്ക് കൊടുക്കുന്നു. അവിടെ ഏത് നീരുറവിൻ്റെ ചുവട്ടിൽ വെച്ച് അവർ സങ്കടം പറഞ്ഞുവോ, ഏത് നീരുറവിൻ്റെ ചുവട്ടിൽ വെച്ച് അവർ പിറുപിറുത്തുവോ, അതേ നീരുറവിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു മോശയുടെ അടുത്ത് പറയുകയാണ്, അയ്യോ ഇത്തരമൊരു നീരുറവ, ഇങ്ങനെ ഒരു വെള്ളം ഞങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതവുമായി തട്ടിച്ചു നോക്കിയാൽ ഇത് വളരെ വാസ്തവമാണെന്ന് തോന്നുന്നില്ലേ? ഈ കൊമ്പ് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നതാണെന്ന് ഞാൻ തുടക്കം മുതൽ ഓർമ്മിപ്പിച്ചു വരികയായിരുന്നു. യേശു ക്രിസ്തു ആകുന്ന ഈ കൊമ്പിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ മാറയെ മാറ്റി മധുരമാക്കാൻ കഴിയത്തുള്ളൂ. മറ്റെന്തെങ്കിലും ഒരു ദൈവത്തിൽ ആശ്രയിച്ചാൽ, മറ്റാരിലെങ്കിലും ആശ്രയിച്ചാൽ ഒരുപക്ഷെ ഒരു തൽക്കാലാശ്വാസം നൽകി തരുവാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരാം. എന്നാൽ പാരമ്പര്യത്തെ മാറ്റിക്കുറിക്കാൻ കഴിയുന്ന, ജീനിനകത്ത് പോലും വ്യത്യാസം വരുത്തുവാൻ കഴിയുന്ന, നമ്മുടെ അടിസ്ഥാന സ്വഭാവങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന, നമ്മളെ വെറുക്കുന്നവർ, അന്ന് വരെ വേണ്ടാന്ന് പറഞ്ഞു പോയവർ, അവരെ നമ്മിലേക്ക് മടക്കി ആകർഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം യേശു ക്രിസ്തു മാത്രമാണ്. പാപിയായി ഈ ഭൂമിയിൽ നിരാശയോടെ ജീവിതം അവസാനിപ്പിക്കേണ്ടുന്ന കാര്യം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ നിങ്ങൾക്കില്ല. കാരണം നിങ്ങളുടെ ജനനത്തിന് മുമ്പ് തന്നെ ഈ വൃക്ഷം പരിഹാരമായി ഇവിടെ നിൽക്കുന്നു. ഈ വൃക്ഷത്തിൻ്റെ കൊമ്പ് അല്ലെങ്കിൽ അഥവാ ഈ വൃക്ഷം യേശു ക്രിസ്തുവിൻ്റെ നിഴലാണെന്ന് ഞാൻ നിങ്ങളോട് തറപ്പിച്ച് പറയുവാൻ മറ്റൊരു കാരണമുണ്ട്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ വൃക്ഷം ആ നീരുറവയുടെ ചുവട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിലും, നീരുറവയ്ക്കകത്ത് കയ്പാണെങ്കിലും ഈ വൃക്ഷത്തിനകത്ത് കയ്പില്ല, പകരം മധുരമാണ്. ഈ വൃക്ഷത്തിനകത്ത്, അതിൻ്റെ ജീവരസത്തിനകത്ത് മധുരമായിരുന്നത് കൊണ്ടാണ് ആ വൃക്ഷക്കൊമ്പ് വെട്ടി ആ നീരുറവിയിലേക്ക് ഇടുമ്പോൾ ആ മാറയുടെ ആ നീരുറവിൻ്റെ അരികിൽ അല്ലെങ്കിൽ ആ ഉറവയുടെ ആസ്ഥാനത്തുണ്ടായിരുന്ന കയ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഭവം ഈ വൃക്ഷക്കൊമ്പ് വലിച്ചു കുടിച്ചതിന് ശേഷം അതിനകത്തുണ്ടായിരുന്ന ആ മാധുര്യമേറിയ ജീവരസം ആ ജലത്തിലേക്ക് പകരപ്പെട്ടു. അതാണ് ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പേ പറഞ്ഞു വന്നിരുന്ന ആ ഡിവൈൻ എക്സ്ചേഞ്ച്. ഇത് ഇന്നും ഭൂമിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കൊമ്പ് യേശു ക്രിസ്തു ആണെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയുമോ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിച്ചില്ല. അങ്ങനെ വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ യേശു ക്രിസ്തു ഭൂമിയിൽ ദാസരൂപമെടുത്ത് മനുഷ്യവേഷത്തിലായി ഇവിടെ വന്ന് ജീവിക്കുകയാണ്. പാപികളോടുകൂടെ ചേർന്ന് ജീവിച്ചു, പാപമംഗലമായ ഒരു ലോകത്തിൽ ജീവിച്ചു. അവൻ പാപികളോടുകൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് ജനം പരാതി പറയത്തക്ക വിധത്തിൽ അത്രമാത്രം പാപികളുമായി ഇടകലർന്നവൻ ജീവിച്ചു. പാപത്താൽ മുങ്ങപ്പെട്ട ഇരുട്ടുള്ള ഒരു ഗലീലയിൽ അവിടുത്തെ നസറേത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ജനത്തിൻ്റെ ഇടയിൽ 30 വർഷക്കാലം
രഹസ്യമായിട്ടുള്ള തൻ്റെ ജീവിതം തീർന്ന് താൻ പരസ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ 30 വർഷക്കാലത്തെ തൻ്റെ ജീവിതവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ദൈവം, സ്വർഗത്തിലെ ദൈവം, തൻ്റെ സ്വന്തം പിതാവ് അവനെക്കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കാരണം അവനിൽ പാപമില്ല എന്ന്, അവനിൽ ഒരു കുറവുമില്ല എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ആ ക്രൂശീകരണത്തിൻ്റെ അടുത്ത സമയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പല മനുഷ്യരും യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഒന്നിലധികം പ്രാവശ്യം യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച പീലാത്തോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. മാത്രമല്ല, തലേ രാത്രി മുതൽ റോമൻ കൽത്തളത്തിൽ യേശു ക്രിസ്തുവിനെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും അടിക്കുകയും അവൻ്റെ പുറം ഉഴവുചാല് പോലെ കീറുകയും അതിനകത്തൂടെ ആ അടിപ്പിണരുകളിലൂടെ രക്തമൂറി വീഴുകയും അതിൻ്റെയും അപ്പുറത്ത് പച്ചമരക്കുരിശുമായി അവൻ കാൽവറിയുടെ നെറുക വരെ നടന്നു നീങ്ങുമ്പോൾ ആ കാൽവറിയുടെ നെറുകയിൽ എത്തിച്ചേർന്നതിന് ശേഷം അവനെ ക്രൂശിച്ച് യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷം വരെ അവനെ കണ്ടുകൊണ്ടിരുന്ന ശതാധിപനായ മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അയ്യോ, ഈ മനുഷ്യരൊരു നീതിമാനായിരുന്നു. സത്യം കുറച്ചുകൂടെ ചേർത്ത് പഠിച്ചാൽ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏകദേശം 3.5 വർഷക്കാലം തന്നോടുകൂടെ ഉണ്ണുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്ത തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂദ ഏറ്റവും അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അവനവൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയുകയായിരുന്നു, യേശു ക്രിസ്തുവിൻ്റെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ പാപമുണ്ടായിരുന്നില്ല. ഇതിന് തെളിവായി മറ്റെന്തെങ്കിലും വേദഭാഗമുണ്ടോ? വേദഭാഗങ്ങൾ എടുത്തു പറയുവാൻ ഏറെയുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നമ്മൾക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു, പാപങ്ങളെ നീക്കുവാൻ യേശു പ്രത്യക്ഷനായി എന്ന് നമ്മൾ അറിയുന്നു, എന്നാൽ അവനിൽ പാപമില്ല. 1 പത്രോസ് 2:22 പറയുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല. 2 കൊരിന്ത്യർ 5:21 പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. പാപിയാക്കിയെന്നല്ല, പാപമാക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചേർത്തെഴുതി വച്ചിരിക്കുകയാണ്, അവനിൽ പാപമില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വിധത്തിൽ തൻ്റെ വചനത്തിലൂടെ സാക്ഷ്യപ്പെടുത്തി. സ്വർഗത്തിലെ പിതാവ് താൻ സ്നാനപ്പെട്ട സമയത്തും മറുരൂപമലയിലുമൊക്കെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രസാദിച്ചിട്ട് അവനിൽ പാപമില്ലെന്ന് സാക്ഷീകരിച്ചു. മനുഷ്യൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു. ഈ ഭൂമിയിൽ വന്ന് ആ വിധത്തിലൊക്കെ ജീവിച്ചിട്ടും പാപമില്ലാത്തതായി മാറിയ, തൻ്റെ ഉള്ളിൽ മാധുര്യം മാത്രം സൂക്ഷിച്ച, വിശുദ്ധി മാത്രം സൂക്ഷിച്ച ഒരു യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കെമിസ്ട്രി മാറ്റുവാൻ അവന് കഴിയും, അവന് മാത്രമേ കഴിയുകയുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പാപമില്ലാത്ത ഒരുവൻ പാപിക്ക് വേണ്ടി പാപത്തിൻ്റെ ശമ്പളമായ മരണം ഏറ്റുവാങ്ങി ഇതാ എൻ്റെയും നിങ്ങളുടെയും ജീവിതമായ നീരുറവിയിലേക്ക് വരുവാൻ അവൻ തയ്യാറായി നിൽക്കുന്നു. ജീവിതത്തിന് ഒരർത്ഥവുമില്ലാതെ ജീവിച്ച ഒരു മുൻകാല ചരിത്രം എളിയവളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ 1991 സെപ്റ്റംബർ മാസം 1-ാം തീയതി ഈ യേശുവിനെ പരിചയപ്പെടുവാൻ, ഈ യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു മഹാഭാഗ്യം തന്നു. അവൻ എൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ പാപത്തിന് ഒരു പരിഹാരമുണ്ടാക്കിയെന്ന്
എൻ്റെ മനസാക്ഷിയിൽ ഉറപ്പ് നൽകത്തക്കവണ്ണം അവൻ കാര്യങ്ങൾ ചെയ്തെടുത്തു. ഈ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമോ? മാറയുടെ അനുഭവത്തിൽ നിന്ന്, പാപത്തിൻ്റെ ആ കൈപ്പേറിയ അനുഭവത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുവാൻ ഈ യേശു തയ്യാറായി നിൽക്കുകയാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, വിശ്വസിക്കുക. ഈ യേശു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നിരിക്കുന്നു. പാപത്തിന് മാത്രമല്ല, ആ മാറയുടെ അനുഭവം വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നു, അവൻ നിന്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കും. നിന്റെ പാരമ്പര്യം മാറ്റിത്തരുവാൻ കഴിയുന്ന, നിങ്ങളുടെ പാരമ്പര്യ ശാപങ്ങൾ തീർത്തു കളയുവാൻ കഴിയുന്ന, കൈപ്പേറിയ ഏതനുഭവവും മാറ്റിക്കഴുവാൻ കഴിയുന്ന, മനുഷ്യരെല്ലാം മാറ്റി നിർത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന, ആർക്കും ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റിമറിച്ച് നിങ്ങളുടെ ജീവിതത്തെ അനേകർക്ക് മാധുര്യമേറിയ ഒരു മനോഹരമായ ജീവിതമാക്കി മാറ്റുവാൻ കഴിയുന്ന ഈ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം തുറന്നു കൊടുക്കുമോ? നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുമോ? നിങ്ങളുടെ ഉറവയുടെ അടിസ്ഥാനം കാണിച്ചു കൊടുക്കുമോ? മനുഷ്യൻ്റെ യഥാസ്ഥാപനം ആത്മാവിലാണ് ആരംഭിക്കുന്നത്. ആത്മാവ് മരിച്ചുപോയിരിക്കുന്ന നിങ്ങളുടെ ആത്മാവ്, പാപം കൊണ്ട് മരിച്ചുപോയിരിക്കുന്ന നിങ്ങളുടെ ആത്മാവ്, കയ്പ് കൊണ്ട് തീർന്നു പോയിരിക്കുന്ന നിങ്ങളുടെ ആത്മാവ്, കയ്പ് കൊണ്ട് ഹല്ലേലൂയ നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് ആകെ വ്യത്യാസം വരത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അതിൻ്റെ ഒരു പരിഹാരം നിങ്ങളുടെ തൊട്ടു മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുന്നു. വിശ്വാസത്തിന്റെ കരങ്ങൾ നീട്ടി അവനെ സ്വീകരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ആ വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആരെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. എന്നോടൊപ്പം തലകൾ വണക്കുമോ? ഹൃദയത്തിനകത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിന് വ്യത്യാസം വരണം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശബ്ദപരിധിക്കുള്ളിൽ എളിയവളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ആകെ കയ്പിൻ്റെ അനുഭവവും പാരമ്പര്യത്തിൻ്റെ ശാപവും രോഗവും തിക്തമായ അനുഭവങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ അനുഭവിക്കുന്ന ആ ജീവിതത്തിനായി എളിയവൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗമേ, നീ ആ പൈതലിനെ സഹായിക്കണം. ഹല്ലേലൂയ. ജീവിതത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന, എൻ്റെ ജീവിതം മുഴുവൻ കയ്പാണ്, എൻ്റെ ജീവിതം മുഴുവൻ പാപമാണ്, എനിക്കിനി ഒരിക്കലും ഇതിനകത്ത് നിന്നൊരു രൂപാന്തരവും വ്യത്യാസവും ഇല്ലെന്ന് വിചാരിക്കുന്ന ആ ജീവിതത്തെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശബ്ദം ഹല്ലേലൂയ കാതുകളിൽ മുഴങ്ങുമ്പോൾ ഹല്ലേലൂയ ഹൃദയം കൊണ്ട് കാൽവരി യാഗത്തിൽ വിശ്വസിച്ച് യേശുവിന്റെ കർത്താവാണെന്ന് വായികൊണ്ട് ഏറ്റുപറഞ്ഞ് നീതിക്കായി ഹല്ലേലൂയ ജീവന്റെ പുസ്തകത്തിലേക്ക് പേരെഴുതി ചേർക്കുവാൻ സ്വർഗമിടയാക്കണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടുന്ന നാളിൽ ആ ജീവിതം കൂടെ ഉണ്ടാകുവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ നാണത്തിന് പകരം അവർക്ക് ഇരട്ടി മാനം വരട്ടെ, അവരുടെ മാറയ്ക്ക് പകരം ഹല്ലേലൂയ ഹല്ലേലൂയ മധുരത്തിന്റെ അനുഭവം വരട്ടെ, അവരുടെ കയ്പിന് പകരം അവരുടെ പകരം അവരുടെ പാരമ്പര്യ ശാപങ്ങൾക്ക് പകരം ഹല്ലേലൂയ അവരെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾക്ക് പകരം മറ്റുള്ളവരവരിലേക്ക് ഓടിയെടുത്ത് അവരുടെ ജീവിതത്തിന്റെ മാധുര്യം അനേകരിലേക്ക് പകർന്നു കൊടുക്കുന്ന വിധത്തിൽ ഹല്ലേലൂയ യേശു ക്രിസ്തുവാകുന്ന കൊമ്പേ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ഡിവൈൻ എക്സ്ചേഞ്ചിനായി, ഒരു ഡിവൈൻ മിറക്കിളിനായി ഹല്ലേലൂയ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ജീവിതത്തെ സ്വർഗമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ജീവന്റെ പുസ്തകത്തിൽ ചിലരുടെ പേരുകൾ നീ എഴുതി ചേർക്കുന്നതിനായി സ്തോത്രം. ചിലരുടെ ജീവിതം നീ മാറ്റിമറിക്കുന്നതിനായി സ്തോത്രം. ചില ജീവിതത്തെ നീ സ്പർശിക്കുന്നതിനായി സ്തോത്രം. ചിലരുടെ ഉള്ളിൽ നിന്ന് കയ്പിനെ ഹല്ലേലൂയ നീ മാറ്റിക്കളയുന്നതിനായി സ്തോത്രം. അവരുടെ ജീവിതത്തിന്റെ കെമിസ്ട്രി മാറ്റി അനേകർക്ക് പ്രയോജനമുള്ള ഒരു നീരുറവയാക്കി അവരെ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ നടുവിൽ ഹല്ലേലൂയ ദേശത്തിന്റെ നടുവിൽ നീ ഉപയോഗിക്കുമെന്നുള്ളതിനായി നന്ദി. അറുക്കപ്പെട്ട കുഞ്ഞാട് മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായ ജീവനിലേക്ക് നടത്തട്ടെ.